റോഡ് ട്രിപ്പിന്റെ 3-ാം ദിവസമായ ഇന്നാണ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതിൽ ആദ്യത്തെ സ്ഥലം ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ എത്തിയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ സ്ഥലം ഡെവിൾസ് ടവർ ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കായിരുന്നു. ഇനി അടുത്ത സ്ഥലം. ഹലോ ഹലോ ഗൈസ്, പണി കിട്ടി ഗൈസ്. ഒന്നും കാണുന്നില്ല ഗൈസ്, ഒരു പോക്കം മാത്രം. അവനെ കുറേ പിടിച്ചോ, അവൻ ചവിട്ടിയ പിന്നെ മുന്നിൽ കൊടുക്കും. എക്സ്പെക്ട് ഫോഗ് നെക്സ്റ്റ് 50 മൈൽസ്. ആ സൈൻ പറയുന്നത് 15 മൈൽസ് ഫോഗ് ആണെന്നാണ്. ഇങ്ങനെ മൂടൽമഞ്ഞ് മാത്രമല്ല ഗൈസ്, സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് മാപ്പും ഇല്ലാണ്ടാണ് പോണത്. ഒന്നല്ല നമ്മുടെ മനമല ഒന്നില്ലേ, നമുക്ക് ഈ റോഡ് ഇറങ്ങിയാലോ ജോയി? രണ്ടാമത് ആദ്യം വന്ന് ഇടയ്ക്കൂടെയുള്ള വഴി കൂടെ ഇറങ്ങിയാലോ? ഇപ്പൊ കേട്ടല്ലോ അല്ലേ, മാപ്പ് കാണിക്കുന്ന നേരായ ഒരു വഴിയുണ്ട്, അതിലെ പോയി കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ലല്ലോ. അതുകൊണ്ട് വേറെ വളഞ്ഞ വഴിക്ക് പോകാനാണ് പ്ലാൻ. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് സൺ ഡാൻസ്. സൺ ഡാൻസ് എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഡാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംസ്ഥാനം വയോമിങ്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ കമ്പിൽ കുത്തി നിർത്തിയേക്കണ പ്ലെയിൻ. പണ്ട് ആളുകളെ കൊന്നിങ്ങനെ കമ്പിൽ ഓർത്ത് നിർത്തുന്ന കേട്ടിട്ടുണ്ട്. ഇത് പക്ഷേ പഴയ ഒരു പ്ലെയിനാണ് കമ്പിൽ ഓർത്ത് നിൽക്കണേ. ഇതിന്റെ പേര് ദ ക്വാൽ വിൻസോക്ക്. സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ തന്നെയാണ് പറയണമെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞ് ബ്യൂള എന്ന സ്ഥലത്തെത്തി. ഇവിടെ ഭൂരിഭാഗം പരന്നു കിടക്കുന്ന പ്രദേശങ്ങളാണെങ്കിലും ഇടയ്ക്കിടെ കുന്നുകളും മലകളൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങൾ വളരെ കുറവാ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 അടിയുള്ള കുറ്റിച്ചെടികൾ, അത്രേ ഉള്ളൂ. മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവരുടെ കണക്കിൽ ഇവിടെ കുറെ കാലമായിട്ട് ഡ്രോട്ടാണ്. അതായത് ഈ സ്ഥലത്ത് മൊത്തം വരൾച്ചയാണ്. ജനസാന്ദ്രത നോക്കി കഴിഞ്ഞാൽ 2.3 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിൽ അതേ ജനസാന്ദ്രത നോക്കി കഴിഞ്ഞാൽ 860 പെർ കിലോമീറ്റർ സ്ക്വയർ ആണ്. ചാറ്റ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ജീവിക്കാത്തതെന്ന്. അന്നേരം അവർ പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. തണുപ്പത് ഭയങ്കര തണുപ്പും ചൂടത്ത് ഭയങ്കര ചൂടുമായിരിക്കും. അതേപോലെ സ്റ്റേറ്റും കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ടാക്സ് കുറവൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടു. പേര് വോർ ജമ്പ് ബഫല്ലോ ഫൗണ്ടേഷൻ. ദയാ കാണുന്ന വെള്ള കൂടാരാണ് സ്ഥലം. ഇവിടെയുള്ള ഒരു കുഴിയിലേക്ക് മൃഗങ്ങളെ ഓടിച്ചു കയറ്റി അവിടെ ഇട്ട് കൊല്ലും. ഇങ്ങനെ കുഴിയിലോട്ട് ഓടിച്ചു കയറി കൊല്ലുന്ന വേട്ടയ്ക്ക് പറയുന്ന പേരാണ് ജമ്പ്. അങ്ങനെ കൊന്ന കുറെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിനകത്തുണ്ട്. കാണാൻ കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് $12. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല, യാത്ര തുടർന്നു. അങ്ങനെ പോയി 2:45 കൂടിയിട്ട് ഈ സംസ്ഥാനം വയോമിങ് കഴിഞ്ഞു. അടുത്ത സംസ്ഥാനമായ സൗത്ത് ഡെക്കോട്ടയിലേക്ക് കടന്നു. സൗത്ത് ഡെക്കോട്ടയിൽ കടന്നപ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ട്. മൂടൽ മഞ്ഞ് മാത്രമല്ല,